ഇന്ന് കാതികയിൽ നമ്മൾ രണ്ട് കൂട്ടുകാരുടെ കഥയാണ് പറയുന്നത്. കൂട്ടുകാര് ആരൊക്കെയാണെന്നറിയണ്ടേ? ഒരു ചുണ്ടലിയും ഒരു തവളയും. ഇവർ രണ്ടുപേരും കൂട്ടുകാരായാൽ എന്ത് സംഭവിക്കുമെന്ന് കാതികയിലൂടെ കേൾക്കാം. കാതികയിലേക്ക് സ്വാഗതം. ഒരു ചുണ്ടലിയും ഒരു തവളയും കൂട്ടുകാരായി. എന്താ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാത്തത്? തവള ഒരു ദിവസം ചുണ്ടലിയോട് ചോദിച്ചു. എനിക്കത് ഇഷ്ടമാണ് സുഹൃത്തെ, പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. നിന്റെ വീട് അക്കരെയല്ലേ, ഞാൻ മുങ്ങി ചത്തുപോകും, ചുണ്ടലി പറഞ്ഞു. ഇല്ലെന്നേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ കാല് എന്റെ കാലിനോട് ചേർത്ത് കെട്ടാം, അങ്ങനെ നിന്നെ നീന്താൻ സഹായിക്കുകയും ചെയ്യാം, തവള ഒരു ഉപായം പറഞ്ഞു. ഹായ്, നല്ല രസമായിരിക്കും ആ യാത്ര, ചുണ്ടലി വിചാരിച്ചു. അങ്ങനെ ഇരുവരും കാലുകൾ പരസ്പരം കൂട്ടിക്കെട്ടി നീന്താൻ തുടങ്ങി. കുളത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ തവളയുടെ മട്ടുമാറി. അവൻ ചുണ്ടലിയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി. പാവം ചുണ്ടലി ശ്വാസം മുട്ടി. അയ്യോ നിർത്ത്, ഞാൻ മുങ്ങിപ്പോവും. പക്ഷെ ദുഷ്ടനായ തവള അത് കേട്ടതായി ഭാവിച്ചതേയില്ല. വീണ്ടും വീണ്ടും താഴേക്ക് വലിച്ചു. ഒടുവിൽ ആ പാവമെലി വെള്ളം കുടിച്ച് ചത്തുപോയി. അപ്പോൾ മുകളിൽ പറന്നിരുന്ന ഒരു കഴുകൻ ആ ഒരു എലി ചത്ത് കിടക്കുന്നത് കണ്ടു. നമ്മുടെ എലി ചത്തില്ലേ, ആ എലി ചത്ത് പൊങ്ങിക്കിടക്കുന്നത് കഴുകൻ കണ്ടു. കഴുകൻ എന്താ കഴിക്കുന്നത്? മാംസം അല്ലേ? കഴുകന് ആ എലിയെ തിന്നാൻ ഒരു പൂതി തോന്നി. എലിയെ കണ്ടതും പറന്നു വന്ന് ആ എലിയെ കൊത്തിയെടുത്തോണ്ട് പോയി. കാലുകൾ കൂട്ടിക്കെട്ടിയത് കൊണ്ട് തവളയ്ക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ എലിയും തവളയും കഴുകന് ആഹാരമായി മാറി. കൂട്ടുകാര് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? നമുക്ക് കൂട്ടുകാരെ കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ നല്ല കൂട്ടുകാരെ കിട്ടാൻ ആണ് ബുദ്ധിമുട്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തന്നെ നമുക്കും വരുമെന്ന് ഓർക്കുക. അടുത്ത കഥയുമായി കാതിക നാളെ. നന്ദി, നമസ്കാരം.